ബാക്ക് അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇറിഗേഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് NCVT സിലബസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അവരുടെ ഒരു ടെക്സ്റ്റ് ആണ് ഇന്ന് ഫോളോ ചെയ്യുന്നത്. കാര്യം എന്തായാലും ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ സ്റ്റുഡൻസ് സ്ട്രിക്ട്ലി ഫോളോ ദ ക്ലാസ്. ഇറിഗേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിനെ ഫീൽഡിലേക്ക് എത്തിക്കുക, അത് ക്രോപ്പിന് കൊടുക്കുക, അതുവഴി ഈൽഡ് ഉണ്ടാക്കുക. അതാണ് ഇറിഗേഷൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ടൈപ്പിലുള്ള ഇറിഗേഷൻ ഉണ്ട്. നാച്ചുറൽ ഇറിഗേഷനും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇറിഗേഷനും ഉണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെയിൻഫോൾ ആണ് നാച്ചുറൽ ഇറിഗേഷൻ. അത് നാച്ചുറലി വന്ന് ഫീൽഡിലേക്ക് വീഴുന്നു, അതുവഴി ക്രോപ്പ് വളരുന്നു. അല്ല ആർട്ടിഫിഷ്യലി ഇങ്ങനെ റെയിൻഫോൾ സ്കേസിറ്റി ആയിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വെള്ളം എത്താത്തടുത്തോ ഒക്കെ ആയിരിക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് വെള്ളം ഈ ക്രോപ്പിന് കിട്ടണം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ ചെയ്യുന്നത്. അപ്പൊ അത് മാൻമെയ്ഡ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ ചെയ്യുന്നത്. അടുത്ത ടേം അഡ്വാൻറ്റേജസ് ഓഫ് ഇറിഗേഷൻ ആണ്. ഈ ഇറിഗേഷൻ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്നതെന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. നമ്മൾ ഇറിഗേഷൻ ചെയ്യുമ്പോൾ ക്രോപ്പിന് ഈൽഡ് ഉണ്ടാവുകയും അതുവഴി നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യന്റ് ആവുകയും ചെയ്യുന്നു. അതാണ് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഒപ്റ്റിമം ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോപ്പിന് ഈൽഡ് ഉണ്ടാവുന്നു. അപ്പോൾ അത് ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെസ്സർ എമൗണ്ട് ഓഫ് വാട്ടർ കൊണ്ട് മാക്സിമം ഈൽഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒപ്റ്റിമം ബെനിഫിറ്റിൻ്റെ മീനിങ്. മൂന്നാമത്തത് എലിമിനേഷൻ ഓഫ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ക്രോപ്പുകൾ നമ്മൾ ഒരു ഫീൽഡിൽ തന്നെ നടുന്നതിനെയാണ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം വെള്ളം നമ്മൾ കറക്റ്റായിട്ട് എത്തിക്കാന്നുണ്ടെങ്കിൽ ഒരു ഫീൽഡിൽ ഒരേ ടൈപ്പ് ഓഫ് ഉള്ള ക്രോപ്സ് നമുക്ക് നടാൻ പറ്റും. ഇപ്പം നമ്മൾ വെള്ളം സ്കേഴ്സിറ്റി ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ ഈ മിക്സഡ് ക്രോപ്പിംഗ് ചെയ്യുക, അതായത് പല ചെടികൾ നടുന്നത്. പക്ഷെ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കറക്റ്റായിട്ട് ഓരോ ചെടിക്കും ഓരോ വെള്ളമായിരിക്കും ആവശ്യം, ഓരോ ക്വാണ്ടിറ്റിയിലുള്ള വാട്ടർ ആവശ്യം ഉണ്ടാവും. അപ്പോൾ മിക്സഡ് ക്രോപ്പിംഗ് നടുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഈൽഡ് നമുക്ക് കിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മിക്സഡ് ക്രോപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. വെള്ളം ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഈ മിക്സഡ് ക്രോപ്പിംഗ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചെടികൾക്കും കൂടി ഒറ്റ വെള്ളം കൂടി കൊടുക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈൽഡ് എല്ലാ ചെടികൾക്കും ഒരേപോലെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളം ഉള്ളത് കൊണ്ട് മിക്സഡ് ക്രോപ്പിംഗ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. അടുത്തത് ജനറൽ പ്രോസ്പെറിറ്റി. ക്രോപ്പ് ഈൽഡ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി നമ്മുടെ റവന്യൂ റിട്ടേൺ വരും. അങ്ങനെ ജനറൽ പ്രോസ്പെറിറ്റി ഉണ്ടാവും, കൺട്രിക്ക് ഡെവലപ്പ് ആവും കൺട്രി. അതാണ് ജനറൽ പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. നമുക്കറിയാം വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതാണ് ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. അടുത്തത് ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ, അതായത് വീടുകളിലേക്കുള്ള വെള്ളം. അതാണ് ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ. ഇറിഗേഷൻ വാട്ടറിൽ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെള്ളവും കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫെസിലിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാൽസ് ഒക്കെ പണിയുമ്പോൾ എന്തായാലും നമുക്ക് എംബാക്ക്മെന്റ്സ് പണിയണം. അപ്പോൾ കനാൽസ് പണിയണതിൻ്റെ ഒപ്പം തന്നെ എംബാക്ക്മെന്റ്സ് വരുമ്പോൾ അതിൽ കൂടി ഒരു പാത്തും കൂടിയാണ് ഉണ്ടാകുന്നത്. ഒരു ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള പാത്ത്, ഒരു ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ ഒരു സൈക്ലിംഗ് ചെയ്യാനുള്ള സ്പേസോ. അതാണ് ഫെസിലിറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് ഇൻലാൻഡ് നാവിഗേഷൻ ആണ്. ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കനാൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ ഒരു ബോട്ട് സർവീസോ അങ്ങനെ എന്തെങ്കിലും നാവിഗേഷൻ പർപ്പസിന് വേണ്ടി ഇടുന്നതിനെയാണ് നമ്മൾ ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് പറയുന്നത്. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീസ് വെച്ച് പിടിപ്പിക്കണതിനെയാണ് അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കനാൽസിൻ്റെയൊക്കെ ബാങ്ക്സിലൊക്കെ വെള്ളം സോയിൽ ഇറോഷൻ തടയാൻ വേണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ ട്രീസുകൾ വെച്ച് പിടിപ്പിക്കും. അതുവഴി നമ്മുടെ ടിമ്പർ വെൽത്തും ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ കനാൽസിന്റെ സോയിൽ ഇറേഷനും സൈഡിലുള്ള ബാങ്ക്സിലുള്ള സോയിൽ ഇറേഷനും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇറിഗേഷന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡാമ്പ് ക്ലൈമറ്റ് ആയിരിക്കും, ഇപ്പോൾ ഒരു കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും. അതുവഴി പിന്നെ വാട്ടർ ലോഗ് ചെയ്ത് കിടക്കും, വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ഈ മലേറിയയുടെ ഔട്ട്ബ്രേക്ക് ഒക്കെ ഉണ്ടാവുന്നത്. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഓവർ ഇറിഗേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ക്രോപ്പ് കറക്റ്റായിട്ട് ഈൽഡ് ആവാണ്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇറിഗേഷനാണ്
നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവർ ഇറിഗേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇറിഗേഷൻ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അടുത്ത ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വന്നത് സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ആ ലെവൽ ഗ്രൗണ്ടിൽ നമ്മൾ വെള്ളം കൊടുക്കുന്നതിനെയാണ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സബ് സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗ്രൗണ്ട് ലെവലിൽ തൊട്ട് താഴെ വരുന്നതിനാണ് സബ് സർഫസ് ഇറിഗേഷൻ പറയുന്നത്. സ്പ്രിംഗ്ലർ എന്ന് പറയുമ്പോൾ വെള്ളം തളിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി സർഫസ് ഇറിഗേഷനിൽ തന്നെ ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. ഒന്ന് ഫ്ലോ ഇറിഗേഷനും അതുപോലെ തന്നെ ലിഫ്റ്റ് ഇറിഗേഷനും. ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വെള്ളം ഒഴുകി വന്നതിനെയാണ് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മെക്കാനിക്കൽ മീൻസ് കൊണ്ട് വെള്ളത്തിന് ലിഫ്റ്റ് ചെയ്ത് ഫീൽഡിലേക്ക് എത്തിക്കുന്നതിനെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്ലോ ഇറിഗേഷൻ തന്നെ രണ്ട് ടൈപ്പ് പറഞ്ഞു. നമ്മൾ ഫ്ലോ പറഞ്ഞത് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വെള്ളം പോകുന്നതിനെയാണ് ഫ്ലോ ഇറിഗേഷൻ പറഞ്ഞത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. പെരിനിയലും ഉണ്ട്, ഇനണ്ടേഷൻ അല്ലെങ്കിൽ ഫ്ലഡ് ഇറിഗേഷൻ. പെരിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോപ്പിന് അതിന്റെ ത്രൂ ഔട്ട് പീരീഡ് വെള്ളം കിട്ടണതിനെയാണ് പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ ഇയർലി, അതാണ് പെരിനിയലിന്റെ അർത്ഥം. ഇയർ ഫുൾ വെള്ളം കിട്ടും, അതായത് ഒരു ക്രോപ്പിന്റെ ത്രൂ ഔട്ട് പീരീഡ് വെള്ളം കിട്ടും. അതിനാണ് പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനണ്ടേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഉള്ള സമയത്ത് മാത്രമേ അവിടെ വെള്ളം കിട്ടത്തുള്ളൂ. അതായത് വാട്ടർ എപ്പോഴാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് ക്രോപ്പിന് വെള്ളം കിട്ടും. അതിനെയാണ് നമ്മൾ ഇനണ്ടേഷൻ അല്ലെങ്കിൽ ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് സബ് സർഫസ് ഇറിഗേഷൻ ആണ്. സബ് സർഫസ് ഇറിഗേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. നാച്ചുറലും ഉണ്ട്. നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷനും ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷനും. സബ് സർഫസ് ഇറിഗേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അത് സോയിലിന്റെ സർഫസ് നനയില്ല, അതിന് പകരം താഴെ അണ്ടർഗ്രൗണ്ടിലാണ് വെള്ളം ഉണ്ടാവുക. അങ്ങനെ ക്യാപ്പിലാരിറ്റി വഴി റൂട്ട്സ് ആണ് വെള്ളം സബ് സർഫസ് ഇറിഗേഷനിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്നത്. അപ്പൊ അതിൽ നാച്ചുറലും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചാനൽസ് ഒക്കെ ലീക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ ടേബിൾ റൈസനപ്പ് ആയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അങ്ങനെയൊക്കെയാണ് നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷൻ നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു ട്രെയിനോ അല്ലെ പൈപ്പോ ഒക്കെ ഇട്ട് അണ്ടർഗ്രൗണ്ട് വഴി ചെടികളുടെ അടുത്തേക്ക് എത്തിക്കും. അവിടെ നിന്ന് റൂട്ട്സ് ക്യാപ്പിലാരിറ്റി വഴി വെള്ളം വലിച്ചെടുക്കും. പക്ഷെ ഇതെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ സബ് സർഫസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെ വളരെ കുറച്ച് രീതിക്ക് മാത്രമേ ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഏറ്റവും അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുന്ന ക്യാഷ് ക്രോപ്സിനൊക്കെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ടെക്നിക്സ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഫാംസ് ആണ്. അതിൽ കുറച്ച് ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. ആദ്യം പറയുന്നത് ഫ്രീ ഫ്ലഡിങ്. ഫ്രീ ഫ്ലഡിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പിക്ചർ ഇവിടെ ആഡ് ചെയ്യാം. അത് വെച്ചിട്ട് മെയിൻ ആയിട്ടുള്ള ചാനലിൽ കൂടി ഓരോ കുഞ്ഞു കുഞ്ഞു ചാനൽ ഉണ്ടാവും. ആ ചാനലിൽ കൂടി ചെല്ലുമ്പോൾ ഓരോ ഡിച്ചസ് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടാവും ഫാംസിൻ്റെ അകത്ത്. ആ ഡിച്ചസിൽ നിന്ന് ഔട്ട്ലെറ്റ്സ് വഴിയായിരിക്കും വെള്ളം ക്രോപ്സിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലഡ് ഇറിഗേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ കൂടി നമ്മൾ വെള്ളം, ഇതാണ് മെയിൻ സപ്ലൈ. ഇവിടെ നിന്ന് ഈ ബ്രാഞ്ച് സപ്ലൈയിലോട്ട് കയറുന്നു. കയറി കഴിഞ്ഞിട്ട് ഇവിടെ ഓരോ സബ്സിഡിയറി എക്സ്കവേഷൻസ് ഉണ്ട്. അതിലോട്ട് കയറി വെള്ളം ഈ ഔട്ട്ലെറ്റിലോട്ട് വരും. ഇവിടെ നിന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്രീ ഫ്ലഡിങ്ങും ഇതിന് ഓർഡിനറി ഫ്ലഡിങ്ങും പേരുണ്ട്. ഈ ഒരു പൊസിഷനിൽ ഈ ഔട്ട്ലെറ്റിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫാമിലോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പിന്നെ അൺകൺട്രോളബിൾ ആണ്. ഇവിടെ നിന്ന് ഈ ഒരു വെള്ളം പോകുന്നതും ഔട്ട്ലെറ്റിലോട്ട് വരുന്നതും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലെവീസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലെവീസ് കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഔട്ട്ലെറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിനെ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ ഫ്ലഡിങ്ങും ചില സമയത്ത് വൈൽഡ് ഫ്ലഡിങ്ങും ഒക്കെ പറയുന്നത്. അപ്പൊ അടുത്തത് ബോർഡർ ഫ്ലഡിങ് ആണ്. ബോർഡർ ഫ്ലഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ബോർഡേഴ്സ് പോലെ ആയിരിക്കും വെക്കുക. ഫാമിനെ നമ്മൾ ബോർഡേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഓരോ സീരീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏകദേശം ഒരു 10 to 20 മീറ്റർ വൈഡിലും അതുപോലെ തന്നെ 300 മീറ്റർ ലെങ്ത്തിലും നമ്മൾ ഫാമിനെ ഡിവൈഡ് ചെയ്യും. ഈ ഓരോ സീരീസും ഇപ്പോൾ 10 to 20 മീറ്റർ വൈഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന ഓരോ ബോർഡേഴ്സ് വെച്ചിട്ടാണ്.
പിന്നെ മെയിൻ ബോർഡേഴ്സിലായിട്ടായിരിക്കും നമ്മൾ വെള്ളം കൊടുക്കുക. അവിടെ നിന്ന് ഈ ചെറിയ ചെറിയ ബോർഡേഴ്സിൽ കൂടി കയറി ഫാമിൽ ഫുൾ വെള്ളം എത്തും. ഇതിന്റെ ഡിസ്ചാർജ് പറയുന്നത് ഏകദേശം 0.014 ടു 0.028 ക്യുമെക്കാണ്. ഇതാണ് ബോർഡർ ഫ്ലഡിങ്. ബോർഡർ ഫ്ലഡിങ്ങിന്റെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അത് 10 to 20 മീറ്റർ വൈഡിലായിരിക്കും അത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 to 300 മീറ്റർ ലോങ് ആയിരിക്കും. അവിടെ ഡിസ്ചാർജ് വരുന്നത് 0.014 to 0.028. അപ്പൊ അടുത്തത് ചെക്ക് ഫ്ലഡിങ് ആണ്. ചെക്ക് ഫ്ലഡിങ് ഏകദേശം ഫ്രീ ഫ്ലഡിങ് പോലെ തന്നെയാണ്, സെയിം ആണ് അതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഡിഫറെന്റ് ആയിട്ടുള്ളത്, അവിടെ ലെവീസ് കൺസ്ട്രക്ട് ചെയ്ത് വെക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഫ്ലോനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെവീസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കും. പിന്നെ ഈ ഒരു ചെക്ക് ഫ്ലഡിംഗ് എന്ന് പറഞ്ഞ സംഭവം പെർമിയബിൾ സോയിലിനും അതുപോലെ തന്നെ ഇംപെർമിയബിൾ സോയിലിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ ടെക്നിക്കാണ് ചെക്ക് ഫ്ലഡിംഗ് എന്ന് പറഞ്ഞത്. ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ബേസിൻ ഫ്ലഡിംഗ് ആണ്. ബേസിൻ ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഫ്ലഡിങ്ങിന്റെ ഒരു സ്പെഷ്യൽ ഫോം ആണ് ബേസിൻ ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ ഇതിൽ കൂടി നമ്മൾ ഫ്ലോ പോവാണ്, നമ്മൾ സപ്ലൈ പോവാന്നുണ്ടെങ്കിൽ ഓരോ ബേസനായിട്ട് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ബേസിനിൽ ചിലപ്പോൾ ഒരു ട്രീ ആയിരിക്കും ഇരിക്കുക. അപ്പൊ ഈ പറഞ്ഞ വെള്ളം, ആ ബേസിലുള്ള വെള്ളം ആ ഒരു ട്രീനായിരിക്കും, ആ ട്രീക്കായിരിക്കും കൊടുക്കുന്നത്. അല്ല ചിലപ്പോൾ ഒരു 3-4-5 ചെടികൾ ഈ ബേസിനുള്ള വെള്ളത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോ തരംതിരിച്ച് ഓരോ ബേസിൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഡിവൈറ്റ് ചെയ്യിപ്പിച്ച് ആ ഓരോ ബേസിനും പർട്ടിക്കുലർ ചെടികളിനെ നോക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ബേസിലുള്ള വെള്ളം ആ പർട്ടിക്കുലർ ചെടികൾ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അതാണ് ബേസിൻ ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫറോ ഫ്ലഡിംഗ് ആണ് അടുത്തത്. ഫറോ ഫ്ലഡിംഗ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡിൽ കുഞ്ഞു ഡിച്ചസ് ഉണ്ടാക്കും. അതായത് ഒരു കുഴി പോലെ ഉണ്ടാക്കും. ഈ പ്ലാന്റ്സിന്റെ ഇടയിലായിട്ടായിരിക്കും ഈ ഡിച്ചസ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ കൂടി വെള്ളം കടത്തിവിടും. 1/5 to 1/2 ഓഫ് ദി ഫീൽഡ് വെറ്റഡ് ആയിരിക്കും വെള്ളം കൊണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവാപറേഷൻ ഉണ്ടാവില്ല. കാര്യം ഡിച്ചസിൽ കൂടിയാണ് വെള്ളം പോണത് കൊണ്ട് ഇവാപറേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് കൾട്ടിവേഷൻ നടക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫറോയിൽ നോട്ട് ചെയ്യേണ്ടത്. അവിടുത്തെ ഏകദേശം അവിടെ നമ്മൾ ഫറോ ഇറിഗേഷൻ ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്സ്, ജോവർ, ഷുഗർ കെയിൻ, ടുബാക്കോ, കോട്ടൺ എക്സെട്ര. ഇതാണ് ഫറോ ഇറിഗേഷൻ ചെയ്യുന്ന ക്രോപ്പുകൾ. മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്താണെന്ന്. വെള്ളത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കണതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും പാർക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ചെറിയ നോബിൽ ഇങ്ങനെ കറങ്ങി അതൊരു ആർട്ടിഫിഷ്യൽ റെയിൻ പോലെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നത്. അതെല്ലാം എല്ലാ സ്ഥലത്തേക്കും എത്തിക്കോളും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എല്ലായിടത്തും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ വലിയ ഫീൽഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഇതുപോലെ ഓരോ പമ്പ് വേണം. ഇതൊരു ടോപ്പോഗ്രഫിയിലും ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കറക്റ്റായിട്ട് ഇതുപോലെ ചരിഞ്ഞും വളഞ്ഞും ഒക്കെ ഇത് കറങ്ങി വെള്ളം സ്പ്രേ ചെയ്ത് കറക്റ്റായിട്ട് ചെടികളിലേക്ക് അല്ലെങ്കിൽ ക്രോപ്പിലേക്ക് എത്തിക്കും. അതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. നെക്സ്റ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന ഡ്രിപ്പ് എന്താ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഡ്രിപ്പ് ഇടുന്നത് ബ്ലഡ് ഇടാനാണെങ്കിലും ഗ്ലൂക്കോസ് ഇടാനാണെങ്കിലും ഒക്കെ നമ്മൾ വെയിനിലേക്കാണ് ഇൻജെക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയായിരിക്കും, ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പിൽ പതുക്കെയാണ് ഗ്ലൂക്കോസ് ആണെങ്കിലും ബ്ലഡ് ആണെങ്കിലും കയറുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ ബോട്ടിലിൽ നമുക്ക് ഡ്രിപ്പായിട്ടിടുന്നത്. അതുപോലെ തന്നെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഒരു പർട്ടിക്കുലർ പ്ലാന്റിന് വേണ്ട, അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള മാത്രം വെള്ളം ഒരു ഹോസ് വഴി, ഒരു ചെറിയ പൈപ്സ് വഴി ആ പ്ലാന്റിന്റെ റൂട്ടിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കറക്റ്റായിട്ട് കയറുന്ന വഴി തന്നെ കയറുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഈൽഡും തരും. ഇപ്പോൾ വെള്ളം ഒരുപാട് കൂടുതലും ഇല്ല, ഒരുപാട് കുറവുമില്ല, കറക്റ്റ് മെഷറിലാണ് നമ്മൾ ഓരോ ക്രോപ്പിനും വെള്ളം കൊടുക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷന് വേറൊരു പേരും കൂടിയുണ്ട്, ട്രിക്കിൾ ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലെസ് റിക്വയർമെൻറ്റ് ഓഫ് ഇറിഗേഷൻ വാട്ടർ, കറക്റ്റായിട്ടുള്ള വെള്ളം മതി, ഒരുപാട് വെള്ളം ആവശ്യമില്ല. അതുപോലെ സാലിനിറ്റി സോയിലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ടോപ്പോഗ്രഫി ഏതൊരു ടോപ്പോഗ്രഫിയിലും സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ വീക്ക് കൺട്രോൾ. ഇപ്പം നമ്മൾ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത
പല ചെടികളും അവിടെ വളർന്നു വരും. പക്ഷെ ഇതങ്ങനെയല്ല, കറക്റ്റ് പർട്ടിക്കുലർ പ്ലാന്റ് മാത്രമേ വെള്ളം കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാന്റ് മാത്രം നന്നായിട്ട് ബൂസ്റ്റപ്പ് ആവും, വീഡ്സ് ഒന്നും വളരത്തില്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ഇറിഗേഷൻ നടക്കില്ല, പെസ്റ്റ് കൺട്രോൾ ആണ്. ഇപ്പൊ വെള്ളത്തിൽ വന്നിട്ട് കൊതുക് മുട്ടയിടൽ പരിപാടിയൊന്നുമില്ല, വെള്ളം കെട്ടി നിൽക്കാത്തതുകൊണ്ട് തന്നെ. പിന്നെ സോയിൽ ഇറോഷൻ ഉണ്ടാവില്ല, വെള്ളം ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സോയിൽ ഇറോഷൻ ഉണ്ടാവില്ല. മെയിൻ്റനൻസ് ഓഫ് സർഫസ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ വന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇറിഗേഷൻ ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതെല്ലാം നോസിൽസ്, ചെറിയ ചെറിയ പൈപ്പും ചെറിയ ചെറിയ നോസിൽസ് ഒക്കെയാണ്. അപ്പം അതിലൊക്കെ എന്തെങ്കിലും ഈ ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ റിപ്പയർ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ക്രോപ്സ് അതിൻ്റെ സ്പേസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ താഴെ കൂടി ഓടിച്ചേക്കുന്ന ആ പൈപ്പിന്റെ ആ ഒരു ചെറിയ ഇതിന്റെയും സ്പേസും നോസിൽസും ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും, അതും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇറിഗേഷന്റെ ടെക്നിക്കൽ ടേംസ് ആണ്. അതിൽ ആദ്യത്തെ ടേം പറയുവാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഓവൻ ഡ്രൈഡ് ആയിട്ടുള്ള സാമ്പിൾ. ഓവൻ ഡ്രൈഡ് ആയിട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ആ സാമ്പിളിൻ്റെ അകത്ത് യാതൊരുവിധ തരത്തിലുള്ള മോയ്സ്ചറും ഉണ്ടാവില്ല. ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്തിട്ടുള്ള സാമ്പിൾ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരു ടെൻഡൻസി ഉണ്ടാവും അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കുന്നത്, അല്ലെ? ആ മോയ്സ്ചർ വലിച്ചെടുക്കുന്ന ആ എമൗണ്ട് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു ഓവൻ ഡ്രൈഡ് ആയിട്ടുള്ള സാമ്പിൾ അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആ വെള്ളത്തിന് അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ വരുന്നത് കാപ്പിലറി വാട്ടർ ആണ്. കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞാൽ സോയിലിന്റെ പോർ സ്പേസസിലൊക്കെ ഇരിക്കുന്ന വാട്ടറിനെയാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. അത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിനേലും കുറച്ച് കൂടുതലായിരിക്കും. ഇനി അടുത്തത് ഗ്രാവിറ്റേഷണൽ വാട്ടർ. ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പിക്കിനേലും അതുപോലെ തന്നെ കാപ്പിലറിനേലും കൂടുതലായിരിക്കും. ഒരു ഡ്രെയിനേജ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും പറ്റും. ഗ്രാവിറ്റിയിൽ വെള്ളം ഒഴുകുന്നതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്. അടുത്തത് കാരിഫ് സീസൺ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണത്. കാരിഫ് സീസണും റാബി സീസണും. കാരിഫ് സീസൺ പറയുന്നത് ഏകദേശം 1 year ആണ് കാരിഫ് സീസൺ പറയുന്നത്. റാബി എന്ന് പറയുന്നത് 2 years ആണ്. കാരിഫ് സീസൺ എന്ന് പറയുന്നത് ഏകദേശം 1 year ആണ് പറയുന്നത്. അത് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും അത് നടുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇവിടെ മഴ കിട്ടി തുടങ്ങുന്നത്. അപ്പം ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെ, ഏപ്രിൽ ടു സെപ്റ്റംബർ വരെയാണ് അതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. അത് സ്പ്രിംഗ് ടു ഓട്ടം. അപ്പൊ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം. ഓട്ടമിൽ ഏത് സീസൺ ആണെന്നുള്ളത് ചോദിക്കാം. റാബി സീസൺ ആണെങ്കിൽ 2 years ആണ്. റാബി എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടം ടു സ്പ്രിംഗ് ആണ്. അതായത് ഒക്ടോബർ, ഏകദേശം സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ ടു മാർച്ച് വരെയാണ് നമ്മുടെ റാബി സീസൺ വന്നത്. അവിടെ നോക്കേണ്ടത് 2 years ആണ് റാബി സീസൺ ഇത് വരുന്നത്. ഓട്ടം ടു സ്പ്രിംഗ് ആണ്. അടുത്തത് ക്രോപ്പ് റേഷ്യോ. ക്രോപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ റാബി സീസൺ ബൈ കാരിഫ് സീസൺ ആണ് ക്രോപ്പ് റേഷ്യോ. എന്തായാലും നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ് കാരിഫ് ആൻഡ് റാബി. അതായത് ഏതൊക്കെയാണ് ഇതിൽ വരുന്ന ക്രോപ്പുകൾ. കാരിഫില് റൈസ്, മെയ്സ്, ജോവർ, മില്ലറ്റ്, അതുപോലെ തന്നെ പൾസസ്, ഗ്രൗണ്ട് നട്ട്. റാബിക്കകത്ത് ഗ്രാം, വീറ്റ്, ബാർലി, പീസ്, മസ്റ്റാർഡ്, ടുബാക്കോ, പൊട്ടറ്റോ. കുറച്ചെങ്കിലും ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഇത് തന്നിട്ട് ഇത് ഏത് സീസണിൽ പെടുന്നതെന്ന് ചോദിക്കാൻ സാധ്യത ഇല്ലാതില്ല. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. 2 important ടേംസ് ആണ് ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ഡ്യൂട്ടി, വാട്ട് ഇസ് ഡെൽറ്റ, വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. അപ്പോൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇസ് ദ യൂണിറ്റ് ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് എ യൂണിറ്റ് വാട്ടർ. ഒരു യൂണിറ്റ് വാട്ടറിന്റെ ഇറിഗേഷൻ കപ്പാസിറ്റി, അതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ സെന്റിമീറ്റർ. അതായത് എത്രത്തോളം വെള്ളം ടോട്ടൽ ഡെപ്തിൽ വേണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. അതേസമയം എത്രത്തോളം വിത്ത് എന്ന് പറയുമ്പോൾ അതിന് അയാക്കട്ട് എന്ന് പറയും. അത് ഓർത്ത് വെച്ചിട്ട് അയാക്കട്ട്, അതാണ് വിത്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഡെപ്ത് ഓഫ് വാട്ടറിന് നമ്മൾ ഡെൽറ്റ എന്ന് പറയുമ്പോൾ വിത്ത് ഓഫ് വാട്ടറിന് അയാക്കട്ട് എന്ന് പറയും. പറയുന്നത് ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ സെന്റിമീറ്റേഴ്സ് required for a crop during its crop period. അതിന്റെ ആ ഒരു ക്രോപ്പ് പീരീഡിന് അതിന് എത്രത്തോളം ഡെപ്തിൽ വെള്ളം ആവശ്യമാണോ അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. അടുത്ത ടേം വന്നിട്ട് ബേസ് പീരീഡ് ആണ്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരീഡ് ആണ്, അല്ലെ? ഇന്ന തൊട്ട് ഇന്ന വരെയുള്ള ഒരു പീരീഡ്. അതായത് ദ ടൈം അറ്റ് വിച്ച്, അതായത് നമ്മൾ ഈ ക്രോപ്പ് നട്ട് അതിന് വെള്ളം കൊടുക്കുന്ന സമയം മുതൽ, അതിന്റെ ഫസ്റ്റ് വാട്ടറിങ് മുതൽ
ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്ന വെള്ളം വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വാട്ടറിങ് തൊട്ട് ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ആണ് നമ്മൾ ആ ഒരു ടൈമിനെയാണ്, ആ ഒരു ഇൻസ്റ്റന്റിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് നട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള സമയത്തിനാണ് ക്രോപ്പിന്റെ പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. പാലിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ആണ്. അതായത് ചെടി നടന്നതിന് മുമ്പ് നമ്മൾ ഫീൽഡിൽ കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ പാലിയോ എന്ന് പറയുന്നത്. കോർ വാട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വാട്ടറിംഗ് ടു ദ ക്രോപ്പിന് കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ കോർ വാട്ടർ എന്ന് പറയുന്നത്. അടുത്തത് ഏരിയാസ് ആണ്. ഏരിയാസിന്റെ അകത്ത് ഗ്രോസ് കമാൻഡഡ് ഏരിയ. ഫസ്റ്റ് വൺ പറയുന്നത് ഗ്രോസ് കമാൻഡഡ് ഏരിയ. അപ്പോൾ ഒരു ഫീൽഡാണെങ്കിൽ തന്നെ ആ ഫീൽഡിൽ പല പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ഫീൽഡാണെങ്കിൽ തന്നെ ആ ഫീൽഡിൽ പല പല കാര്യങ്ങളുണ്ടാവും. ഡ്രെയിനേജസ് ഉണ്ടാവും, ചെറിയ ചെറിയ പോൺസ് ഉണ്ടാവും, കനാൽസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ബൗണ്ടറിയുടെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്, ആ ഒരു ഫുൾ ഏരിയ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ഉണ്ട്. ഇതിന്റെ അകത്ത് തന്നെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ഉണ്ട്. കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ നമുക്ക് നടുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ അകത്ത് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ പ്ലസ് അൺകൾച്ചറബിൾ ഏരിയ ആണ്. അത് രണ്ടും കൂടിയതാണ്. ഫുൾ ഒരു ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ മൊത്തത്തിൽ നമ്മൾ ക്രോപ്പ് നടില്ല. അതിൽ കുറെ സ്ഥലം ചിലപ്പോൾ ചെറിയൊരു പോണ്ട് ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ പാറയായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തം കൂടി നടാൻ പറ്റാത്ത കേസിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ ചെറിയ ഫീൽഡായിട്ട് തിരിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പം കൾച്ചർ ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്, ബാക്കി അൺകൾച്ചേർഡ് ഏരിയ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി കൂടിയതാണ് നമ്മുടെ ഗ്രോസ് കൾച്ചറബിൾ ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്രോപ്പിനെ നട്ട് വളർത്തുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഒരു സീസണിൽ ഒരു പർട്ടിക്കുലർ ക്രോപ്പിനെ നട്ട് വളരുന്നതിനെയാണ് നമ്മൾ ആ ഒരു ഏരിയനെയാണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഇനി കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ, അതായത് കൾച്ചറബിൾ ആണ് പക്ഷെ അൺകൾട്ടിവേറ്റഡ് ഏരിയ ആണ്. ചില റീസൺസ് കൊണ്ട് നമ്മളത് അൺകൾട്ടിവേറ്റ് ആയിട്ട് വെക്കും. അതായത് ഒരു ചെടിയൊന്നും നടാണ്ട് അല്ലെങ്കിൽ ക്രോപ്പൊന്നും നടാണ്ട് വെക്കും. ക്രോപ്പൊന്നും നടാണ്ട് വെക്കുന്നതിനെയാണ് നമ്മൾ കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അതിൽ റീസൺസ് ഉണ്ട്. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അതായത് ഇന്റൻസീവ് ആയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ നാള് ചെടികളൊന്നും നടാണ്ടിരിക്കും. പിന്നെ അനിമൽസിനൊക്കെ ഒന്ന് മേയാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ഇടും. അങ്ങനെ ഓരോരോ റീസൺ കൊണ്ട് നമ്മൾ കൾച്ചർ ചെയ്യാണ്ട് വെക്കുന്നതിനെയാണ്, ഓരോരോ റീസൺ കൊണ്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാണ്ടിരിക്കുന്ന ലാൻഡിനെയാണ് അല്ലെങ്കിൽ ഏരിയനെയാണ് നമ്മൾ പറയുന്നത് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്നുള്ളത്. ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ്, ഒരു കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡിനെ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുമ്പോൾ ഒറ്റ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആ ലാൻഡിന്റെ മൊത്തത്തിൽ നമ്മൾ വാട്ടർ ചെയ്യുന്നതാണ്. അറ്റ് എ ടൈം എല്ലാ കോർണറിലും എല്ലാ സ്ഥലത്തും അറ്റ് എ ടൈം ഒരേ ക്വാണ്ടിറ്റി ഓഫ് വെള്ളം വെച്ചിട്ട് നമ്മൾ വാട്ടർ ചെയ്യണയാണ് ആ ഒരു കറക്റ്റ് ഇന്റൻസിറ്റിയിൽ കൊണ്ടുപോകാന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാട്ടർ ലോഗിങ് ഉണ്ടാവും. ഒരുമിച്ച് വെള്ളം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും വാട്ടർ ലോഗിങ് ഉണ്ടാവും. അതുപോലെ തന്നെ അത്രയും വെള്ളം ആവശ്യമാണ്. അത്രയും ഒറ്റൊരു ലാൻഡ് കംപ്ലീറ്റ്ലി വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യകത വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ആണ് നമ്മൾ വെള്ളം കൊടുക്കുക. അതായത് ഓരോ ഏരിയ തിരിച്ച് ചെറിയ ചെറിയ രീതിയിലായിരിക്കും നമ്മൾ വെള്ളം കൊടുക്കുക. അപ്പൊ അതിനാണെങ്കിൽ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ടേം ടൈം ഫാക്ടർ ആണ്. ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ദ കനാൽ ഹാസ് ആക്ച്വലി ടു റൺ ഡിവൈഡഡ് ബൈ ബേസ് പീരീഡ്. ഇപ്പം എത്ര ദിവസമാണ് കനാൽ ആക്ച്വലി റൺ ചെയ്യുന്നത് അതേ ഡിവൈഡഡ് ബൈ ബേസ് പീരീഡ് ആണ്. ബേസ് പീരീഡ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് വാട്ടറിംഗ് ടു ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. ഇനി അടുത്തത് കപ്പാസിറ്റി ഫാക്ടർ ആണ്. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മീൻ സപ്ലൈ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഫുൾ കപ്പാസിറ്റി ഡിസ്ചാർജ്. അതാണ് കപ്പാസിറ്റി ഫാക്ടർ. ഹൈഡ്രോളജി ആണ്. ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഒക്കറൻസ്, വാട്ടർ ഒക്കറൻസ്, അതിൻ്റെയൊക്കെ സ്റ്റഡീനെയാണ് നമ്മൾ ഹൈഡ്രോളജി എന്ന് പറയുന്നത്. ടേം റെയിൻഫോൾ ആൻഡ് റൺ ഓഫ് ആണ്. റെയിൻഫോൾ നമുക്കറിയാം, റെയിൻഫോൾ നമ്മൾ മെഷർ ചെയ്യുന്ന സെന്റിമീറ്ററിലോ മില്ലിമീറ്റേഴ്സിലൊക്കെയാണ്. അതുപോലെ തന്നെ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ വെള്ളം വീണ് താഴെ ഗ്രൗണ്ടിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകി പോകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ റൺ ഓഫ് എന്ന് പറയുന്നത്. കുറേ വെള്ളം ചെടികൾ വലിച്ചെടുക്കുന്നു, കുറേ വെള്ളം അണ്ടർഗ്രൗണ്ടിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നു, കുറേ ഇവാപറേറ്റ് ചെയ്ത് പോകും, കുറേ പെർക്കുലേറ്റ് ചെയ്ത് പോകും.
അപ്പോൾ കുറേ വെള്ളം മാക്സിമം എമൗണ്ട് പോകുന്നത് റൺ ഓഫ് ചെയ്താണ് പോകുന്നത്. ആ റൺ ഓഫ് ചെയ്യുന്ന വാട്ടർ പോൺസിലോട്ടോ റിവേഴ്സിലോട്ടോ ആണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഫോള് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻ ഗേജസ് ഉണ്ട്. 2 ടൈപ്പ് റെയിൻ ഗേജസ് ആണുള്ളത്, ഓട്ടോമാറ്റിക് റെയിൻ ഗേജസും നോൺ ഓട്ടോമാറ്റിക് റെയിൻ ഗേജസും. നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് നോൺ ഓട്ടോമാറ്റിക് റെയിൻ ഗേജസ് ആണ്. വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് സൈമൺസ് റെയിൻ ഗേജസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് വേഴ്സസ് ടൈമിനെയാണുള്ള ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഹൈഡ്രോഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് 1 സെന്റിമീറ്റർ ഓഫ് റൺ ഓഫ് ആണെങ്കിൽ അതിന് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയും. പിന്നെ കാച്ച്മെന്റ്സ് ഉണ്ട്. കാച്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം റെയിൻഫോളിനെ ക്യാച്ച് ചെയ്യുന്ന ആ ഒരു ബേസിൻ അല്ലെങ്കിൽ ആ ഒരു കാച്ച്മെന്റിനെയാണ് നമ്മൾ കാച്ച്മെന്റ്സ് എന്ന് പറയുന്നത്. വെള്ളത്തിന് റിസീവ് ചെയ്യുന്നതിനാണ് കാച്ച്മെന്റ്സ് എന്ന് പറയുന്നത്. അത് ഫേൺ ടൈപ്പും ഉണ്ട്, ഫാൻ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇറിഗേഷൻ്റെ ടോപ്പിക്സ് എന്ന് പറഞ്ഞത്. കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഒരുപാട് ലെങ്തി ആയി പോകും ഈ വീഡിയോ. അതുകൊണ്ട് കംപ്രസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാം വേണ്ട പോയിന്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് റിസർവോയർ ആൻഡ് ടൈപ്സ് ഓഫ് ഡാംസ് ആണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ക്ലാസ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിരിക്കും ക്ലാസ്സസ്. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഇട്ടാൽ മതി. എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.